ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫ സീൻ ഷൂട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളത്തെ മഴതോരും മുമ്പേ പരമ്പരയുടെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മഴതോരും മുമ്പേ പരമ്പരയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേൾക്കാം കേട്ടോ. അങ്ങനെ ഈ വടി കൊടുത്ത് അടി വാങ്ങുന്നു എന്നുള്ളൊരു പരിപാടി നമ്മൾ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് നമ്മുടെ വൈജയന്തി ചെയ്യണത്. ബാലചന്ദ്രൻ കാലെടുത്ത് കുത്തുന്നതിന് മുന്നേ വൈജയന്തിക്ക് അതിൻ്റെ മറുപടി കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് വൈജയന്തി അങ്ങോട്ട് ചോദിച്ചു, അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് ബാലചന്ദ്രൻ മറുപടിയും കൊടുത്തു. അതായത് 10-15 ലക്ഷം രൂപയുടെ സ്വർണവും ഈ 10-20,000 രൂപയുടെ ഡ്രസ്സും മേടിച്ചെടുക്കാൻ അവളും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന ചോദ്യത്തിന് വയറ് നിറയെ മറുപടി കൊടുത്തിട്ടാണ് ബാലചന്ദ്രൻ നിൽക്കണേ. അങ്ങനെ കൃഷ്ണമോള് റൂമിലായിരുന്നു. അപ്പോഴേക്കും ബബിത അവിടുത്തെ ബഹളവും ഒച്ചപ്പാടെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കൃഷ്ണമോളുടെ റൂമിലോട്ട് വരെയാണ്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അല്ല എന്തായി ബബിതേച്ചി, അവിടുത്തെ പോരാട്ടമൊക്കെ തീർന്നോ? അപ്പോൾ ബബിത പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇരട്ടിയായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അമ്മ ഒരിക്കലും നന്നാവാൻ പോകണില്ലല്ലോടി മോളെ, അതുകൊണ്ട് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സമാധാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, ഓ എൻ്റെ അമ്മ, ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ അച്ഛനെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പാവം അലീന ചേച്ചി പോയി കഴിഞ്ഞാലും അലീന ചേച്ചീനെ പ്രാഗിക്കൊണ്ടിരിക്കുക. എന്തൊരവസ്ഥയാണ് പാവം. അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു തീരുമാനം എടുത്ത് നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയത്. എന്നിട്ട് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോള് സങ്കടപ്പെടേനു. ബബിതയ്ക്കാണ് വൈജയന്തിയോട് ഏറ്റവും കൂടുതൽ ദേഷ്യം. കാര്യം വൈജയന്തിയുടെ ആ ഒരൊറ്റ കണ്ടീഷൻ, അതായത് അലീന എന്ന് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നും കാലെടുത്ത് വെളിയിലോട്ട് വെക്കുക, അന്നേ ഈ വൈജയന്തി കാലെടുത്ത് നെടുമ്പുരയ്ക്കൽ വീട്ടിൻ്റെ അകത്തോട്ട് വെക്കുള്ളൂ എന്ന ആ ഒരു റൂൾസ് ഉള്ളതുകൊണ്ടാണ് അലീന പോയത്. കാരണം വൈജയന്തി അത്രയും പിടിവാശി പിടിച്ച് നിന്നത് ആ അലീനെ പുറത്തിറക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെയാണല്ലോ. ഒരു പക്ഷേ ഇപ്പം ആട്ടും തുപ്പും കേട്ടാലും അലീന കിടന്നനെ വൈജയന്തി ഇവിടെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല. അലീന പോയാലേ വരുള്ളൂ എന്നുള്ളത് അമ്മയുടെ നിർബന്ധമായിരുന്നു. അങ്ങനെ കൃഷ്ണമോളും ബബിതയും കൂടെ ചേർന്നിട്ട് അലീനയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അമ്മയും അച്ഛനും തമ്മിലുള്ള ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം എത്രത്തോളം കാഠിന്യം നിറഞ്ഞതാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഒരു പക്ഷത്ത് നിൽക്കണ്ട, അമ്മയുടെ പക്ഷത്ത് നിൽക്കേണ്ട, അച്ഛൻ്റെ പക്ഷത്ത് നിൽക്കേണ്ട. അമ്മയ്ക്ക് സ്വയം മനസ്സിലായി കഴിയുമ്പോൾ അമ്മ താനെ നിർത്തും എന്നുള്ള രീതിയിലാണ് അവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ രോഹിത്ത് വരുന്നത്. രോഹിത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷ്ണമോളും നമ്മുടെ ബബിതയും കൂടെ ചേർന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ ആ വഴക്കിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഹിത്തിനും വല്ലാത്തൊരു പ്രയാസമാണ്. കാരണം ഈ വഴക്ക് കേട്ട് തന്നെയല്ല നമ്മൾ മൂന്നുപേരും ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ മൂന്നുപേരുടെ മനസ്സിൽ വരെയാണ്. കാരണം ഒരാൾ ബാലചന്ദ്രനെ സംബന്ധിച്ച് ബാലചന്ദ്രൻ്റെ അടുത്ത് താന്നു കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ബാലചന്ദ്രൻ. അതേസമയം വൈജയന്തി തൻ്റെ തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കാണ്ടാണ്, അത് മറച്ചു വെച്ചുകൊണ്ടാണ് ബാലചന്ദ്രനോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. പക്ഷെ ആരും ഒന്ന് താന്നു കൊടുക്കാൻ നിർബന്ധിതരല്ലല്ലോ. പക്ഷേ കൃഷ്ണമോളുടെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ഒരു പക്ഷേ ആ സത്യങ്ങൾ അറിയുന്ന നിമിഷം മുതൽ പിന്നെ അമ്മ തല പൊക്കില്ല, അത് ഉറപ്പായ ഒരു കാര്യം തന്നെ എന്നിങ്ങനെ കൃഷ്ണമോൾ മനസ്സിൽ വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ ലാലിച്ചനെ ഉപദേശിച്ച് മറിക്കുകയാണ് നമ്മുടെ അവധക്കുട്ടിച്ചായൻ. കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് പറയുന്നുണ്ടല്ലേ നമ്മുടെ അവധക്കുട്ടിച്ചായൻ നമ്മുടെ അലീനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന സീന്. പക്ഷെ അതിങ്ങോട്ട് കടന്ന് വരുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എത്തുകയാണ്. അപ്പോൾ നമ്മുടെ അവധക്കുട്ടിച്ചായൻ ലാലിച്ചനോട് പറയണു, എടാ നീ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നിനക്ക് ശരിയാകണമെന്നൊന്നുമില്ല. നീ മുന്നും പിന്നും ആലോചിച്ചിട്ട് നിൻ്റെ മക്കൾ, ഭാര്യ, നിൻ്റെ കുടുംബം, അതോടൊപ്പം നിൻ്റെ കൂടപ്പിറപ്പുകൾ, നാട്ടുകാർ, അങ്ങനെ ഒക്കെ നോക്കിയിട്ട് വേണം നീ ഒരു തീരുമാനം എടുക്കാൻ. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് നിനക്കായിരിക്കും. അത് മാത്രമല്ല, ഞാനൊരു കാര്യം നിന്നോടങ്ങ് പറഞ്ഞേക്കാം, ഞാനേ ആ പെങ്കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പൊക്കോളാം. എന്നിട്ട് അതിനെ അവിടെ നിന്ന് എവിടെന്നെങ്കിലും അങ്ങോട്ട് കടത്തി ഞാൻ അത് വേണ്ടുന്ന കണക്ക് ചെയ്തോളാം. നീ ഇതിൽ തലയിടാണ്ടിരുന്നാൽ മതി, നിനക്ക് പറ്റുമോ ലാലിച്ച? അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു,
അപ്പച്ചാ അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, അലീന അവൾ എൻ്റെ ജീവനാണ്. അതായത് എൻ്റെ ചോരയാണ് അവൾ. 10-22 വർഷത്തോളം ഒരു അനാഥാലയത്തിൽ ഒന്നും ഉണ്ണാനോ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രം പോലും ഇടാനില്ലാണ്ട് എൻ്റെ കുട്ടി ജീവിച്ചതാ. ഇനി അവളുടെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥ വരരുത്. അവൾക്ക് എല്ലാം കൊണ്ടും, അതായത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒന്നിനും ഒരു കുറവില്ലാണ്ട് തന്നെ എനിക്ക് അവളെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, അലീനെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഒരു രീതി അപ്പച്ചൻ വിചാരിക്കേ വേണ്ട എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി പറഞ്ഞ അനുസരിച്ചിട്ട് അവതക്കുട്ടിച്ചായൻ എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ അവളെ ഒന്ന് വിളിച്ചേ, ഞാൻ ഒന്ന് കാണട്ടെ അവളെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം സ്റ്റാൻലി പറഞ്ഞു, അതെ അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല അപ്പച്ച. അതെന്താ, നമ്മൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവൾക്കതൊന്നും ഇഷ്ടമല്ല. ഓ, അങ്ങനെയൊക്കെ ഇച്ചിരി മേനിയും പദവിയൊക്കെ ഉണ്ട് ആളിന്, അതുകൊണ്ടല്ല അപ്പച്ച. മദ്യപിക്കുന്നത് അവൾക്ക് പൊതുവിൽ ഇഷ്ടമല്ല. ഞാൻ തന്നെ ഡ്രിങ്ക്സ് കഴിക്കണത് അവൾ എന്നെ ഒരു ശകാരിക്കുന്ന രീതിയിലുള്ള സ്നേഹത്തോടുള്ള ഒരു നോട്ടമാണ് എനിക്ക് തരുന്നത്. അങ്ങനെ അവതക്കുട്ടിച്ചായൻ പറഞ്ഞു, എന്നാൽ വാ നമുക്ക് അങ്ങോട്ട് പോയി കാണാം, ഒന്ന് കാണട്ടെ എന്തായാലും ആളിനെ. അങ്ങനെ രണ്ടുപേരും കൂടെ നടന്ന് ചെല്ലുകയാണ്. അപ്പോഴേക്ക് അലീന അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീനയെന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആൻ്റപ്പൻ ചെന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അതെ അവതക്കുട്ടിച്ചായൻ വന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും കൊച്ചിനെ ഇവിടെ നിന്ന് കെട്ടിക്കാനായിരിക്കും വന്നിരിക്കണത് എന്നാണ് എനിക്ക് തോന്നണേന്ന് ഇങ്ങനെ പറയണേ. അപ്പം അലീന ചിരിച്ചു, എന്തായാലും വരട്ടെ, ഞാൻ റെഡിയാണ് എന്നിങ്ങനെ അലീന ആൻ്റപ്പനോട് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഇവരിങ്ങനെ കയറി വരുന്നത്. അപ്പം ഇങ്ങനെ വലിയ മുതലാളി മേജർ സാബ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ടേക്ക് ചെല്ലണത് ഇവരിങ്ങോട്ട് വരെയാണ്. അങ്ങനെ അലീനയെ വിളിക്കണത് അലീന തിരിയണതും നമ്മുടെ അവതക്കുട്ടിച്ചായൻ ആ കണ്ണടയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊക്കി താത്തിയൊക്കെ നോക്കിയാണ്. എവിടെയോ കണ്ടു മറന്ന പോലൊരു മുഖം. അവതക്കുട്ടിച്ചായൻ അടുത്തോട്ട് ചെല്ലും തോറും അവതക്കുട്ടിച്ചായൻ്റെ കണ്ണുകളെ അവതക്കുട്ടിച്ചായന് വിശ്വസിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു അന്താളിപ്പ്, എന്തോ ഒരു വല്ലാത്ത ഒരു മനസ്സിനെ വല്ലാണ്ട് അങ്ങ് ആഞ്ഞടിക്കണ പോലെയുള്ളൊരവസ്ഥ. അവതക്കുട്ടിച്ചായൻ ഒരു നിമിഷം ശ്വാസം നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഇതാരാ എൻ്റെ കണ്ണു മുന്നിൽ നിൽക്കുന്നത്? അവതക്കുട്ടിച്ചായൻ കണ്ണട മാറ്റിയും തിരിച്ചുമൊക്കെ നോക്കിയാണ്. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അപ്പച്ചാ ഇതാണ് അലീന എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവതക്കുട്ടിച്ചായൻ പറയണു, അലീന ഇത് എൻ്റെ ചിന്നമ്മ. അപ്പോൾ സ്റ്റാൻലിക്ക് അറിയാം അവതക്കുട്ടിച്ചായൻ അലീനയെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു റൂൾസും റെഗുലേഷനൊക്കെ മാറ്റും എന്നുള്ള കാര്യം സ്റ്റാൻലിക്ക് നന്നായിട്ട് അറിയാം. കാര്യം വേറൊന്നുമല്ല, ഒറ്റ നോട്ടത്തിൽ അലീനയെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് അന്താളിക്കും. കാരണം അവരെ കുടുംബം, അതായത് അവതക്കുട്ടിച്ചായനോ സ്റ്റാൻലിയുടെ കൂടപ്പിറപ്പുകൾ അവരൊക്കെ അന്തം വിടും. കാരണം അവരുടെ അമ്മച്ചിയുടെ അതേ മുഖച്ചായാണ്, ഒരു മാറ്റമില്ല. നിറത്തിലോ ശരീരവടിവിലോ ഒന്നിലും ഒക്കെ അലീന നമ്മുടെ ചിന്നമ്മയെ പോലെ തന്നെ. അപ്പം നമ്മുടെ അവതക്കുട്ടിച്ചായൻ ആകെ അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഇതെന്താ ഈ കാണണേ? അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, ഇതാണ് അലീന. അങ്ങനെ അലീന ചിരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ സ്റ്റാൻലിയോട് ചോദിച്ചു, ഇത് അപ്പം സ്റ്റാൻലി പറഞ്ഞു, ഇത് എൻ്റെ അപ്പച്ചനാണ്. അപ്പം അലീന പേര് അങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവതക്കുട്ടിച്ചാൻ ഈ കണ്ണ് അലീനയുടെ മുഖത്ത് തന്നെ വെക്കണം, ഒരു മാറ്റവും. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി പറയണ അവതക്കുട്ടിച്ചാൻ എന്ന അപ്പച്ചൻ്റെ പേര്. അപ്പോൾ അവതക്കുട്ടി അപ്പച്ച എന്ന് അലീന വിളിക്കണം. അപ്പോൾ ആ അപ്പച്ച എന്നുള്ളൊരു വിളി കേട്ടപ്പം അവതക്കുട്ടിച്ചായനൊരു വല്ലാത്ത ഒരു മനസ്സിനൊരു വല്ലാത്തൊരു എന്താ പറയണേ, വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ ഭാര്യ ചിന്നമ്മ അച്ചായ എന്ന് വിളിക്കുമ്പോൾ അതേ സൗണ്ട് പോലും അതേപോലെ തന്നെ, ചിന്നമ്മയുടെ അതേ ഒച്ചയും അതേ നോട്ടും ആ ഒരു പ്രൗഢിയും ഒക്കെ നമ്മുടെ അലീനയ്ക്കും കിട്ടിയിട്ടുണ്ട്. അവതക്കുട്ടിച്ചായൻ വല്ലാണ്ടാവണം ഒരു നിമിഷം. അപ്പോൾ സ്റ്റാൻലി ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവതക്കുട്ടിച്ചായൻ ചോദിച്ചു, അല്ല ഇതാണ് അലീന അല്ലേ? ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്നിങ്ങനെ പതറണം കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അപ്പോൾ ഇതാണ് അപ്പച്ച. അപ്പോൾ അവതക്കുട്ടിച്ചായൻ്റെ അടുത്ത് അലീന ചോദിച്ചു, അപ്പച്ച എന്നെ എപ്പോഴാണ് പറഞ്ഞു വിടണേ? ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാഗും കാര്യങ്ങളോ? അവതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്. അതെന്തിനാ നീ അതൊക്കെ എടുത്ത് വെച്ചത്? അപ്പോൾ പറഞ്ഞു, അല്ല ആൻ്റപ്പൻ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നപ്പം പറഞ്ഞായിരുന്നു അപ്പച്ചൻ വന്നിട്ടുണ്ട്, മിക്കവാറും എന്നെ കെട്ടിക്കാനായിരിക്കും പറഞ്ഞതെന്ന്. അവൻ അങ്ങനെ പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഒരു പരിങ്ങിയ ഒരു ചമ്മലോട് കൂടി അവതക്കുട്ടിച്ചായൻ പറഞ്ഞു, അവനെ ഞാൻ ശരിയാക്കണുണ്ട്, നോക്കിക്കോ. ആൻ്റപ്പൻ ഇത് അങ്ങോട്ട് മാറി ഇന്ന് കേട്ടോണ്ടിരിക്കുന്നു. ആൻ്റപ്പൻ പറഞ്ഞു, ഓ
എൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞേ, എൻ്റെ കഞ്ഞിയിൽ പാറ്റ ഇടുന്ന അവസ്ഥയാണല്ലോ മോളെ നീ കാണിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പം അവിടെ നിന്ന് മുറുമുറുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഔതക്കുട്ടിച്ചായൻ്റെ രൂപവും ഭാവവും സംസാരമൊക്കെ ആകെ മാറി. പിന്നെ തൻ്റെ ചിന്നമ്മയാണ് ആ നിൽക്കണത്. എൻ്റെ ചിന്നമ്മയുടെ ഒരു മാറ്റവും ഇല്ല. ഇവള് നമ്മുടെ കുടുംബത്തിലെ പേരക്കുട്ടി തന്നെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റായില്ല എന്ന രീതിയിൽ ഔതക്കുട്ടിച്ചായൻ പറയണ്. അപ്പം സ്റ്റാൻലി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ പരിചയപ്പെടുത്തി കൊടുത്ത്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു, മോൾ എങ്ങോട്ടും പോകണില്ല, ഇത് മോളുടെ വീടാ, മോളുടെ പപ്പയായി നിൽക്കണേ, പിന്നെ എന്തിനാ നീ പോണത് എന്നൊക്കെ ഔതക്കുട്ടിച്ചായൻ അലീനയോട് പറയണം കേട്ടോ. അപ്പം അലീന ചിരിക്കാൻ കേട്ടോ. അല്ല, അപ്പം അലീന പറഞ്ഞു, അല്ല അപ്പച്ച, മിക്കവാറും എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടി വരും. എനിക്ക് അങ്ങനെ ഇവിടെ നിൽക്കും എന്നൊരു ഉറപ്പൊന്നുമില്ല. കാരണം വേറൊന്നുമല്ല, എന്തായാലും പപ്പയുടെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ മറ്റു ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകണം എന്നൊരു വാക്ക് പറയുകയാണെങ്കിൽ എന്തായാലും എനിക്ക് ഇറങ്ങി പോകേണ്ടി തന്നെ വരും. അതുകൊണ്ട് ഞാൻ അത് കണക്കാക്കി തന്നെയാണ് നിൽക്കണമെന്ന് പറഞ്ഞു. ഒരാളും നിന്നെ ഇറക്കാൻ വിടില്ല. ഈ ഔതക്കുട്ടി അപ്പച്ചനാ പറയണത്, നീ എങ്ങോട്ടും പോവില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ടിട്ട് അലീന ചിരിക്കാൻ കേട്ടോ. അലീനയ്ക്ക് എന്തോ ഒരു ഔതക്കുട്ടിച്ചായൻ്റെ ആ സംസാരത്തിലൊക്കെ ഒരു പ്രത്യേക കൗതുകം തോന്നുകയാണ്. അതുപോലെ തന്നെ ഔതക്കുട്ടിച്ചായനും, കാരണം തൻ്റെ ചിന്നമ്മയുടെ അതേ ഇത്, പക്ഷേ ഇവളുടെ വാക്കുകളിലൊക്കെ കുറച്ച് ഗാംഭീര്യമുണ്ട്, ചിന്നമ്മയ്ക്ക് അത്രയില്ല. അപ്പം ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു, മോൾ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. അപ്പം സ്റ്റാൻലി ഒരു നിമിഷം അപ്പച്ചനെ ഒന്ന് നോക്കണേ. ആള് വന്ന കണക്കല്ലല്ലോ, പുലിയെ പോലെ വന്നിട്ട് ഇപ്പോൾ എലിയായോ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ. കാര്യം പിടികിട്ടി നമ്മുടെ സ്റ്റാൻലി അകത്തോട്ട് പോകണം കേട്ടോ. അങ്ങനെ ഔതക്കുട്ടിച്ചായനും നമ്മുടെ അലീനയും തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്. മോളൊന്നും കൊണ്ടും ഭയപ്പെടണ്ട, ഇത്രയും നാളും ആരും ഇല്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. ഇനി മുതൽ നിനക്കെല്ലാവരും ഉണ്ട്, നിൻ്റെ പപ്പായും അപ്പച്ചനും ബാക്കി ബന്ധുക്കളും ഒക്കെ ഉണ്ട്, ഇനി നീ അനാഥയല്ല എന്നൊക്കെ പറഞ്ഞ് ഔതക്കുട്ടിച്ചായൻ അലീനയെ ആശ്വസിപ്പിക്കാനായിട്ടോ. തലയിലൊക്കെ തൊട്ട് തലോടാണ്. അപ്പോൾ ആ സമയത്ത് അലീന ചോദിച്ചു, അപ്പച്ചന് എന്താ കുടിക്കാൻ വേണ്ടേ? അത് ഞാൻ ലാലിച്ചൻ്റെ നിന്ന് കുടിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അലീന നോക്കുകയാണ് കേട്ടോ. ഓ, കുടിച്ചു. അപ്പോൾ സ്റ്റാൻലി അപ്പുറത്തോട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻലിയുടെ മുഖത്തോട്ട് ഒരു നോട്ട് അലീന നോക്കി. അപ്പോൾ സ്റ്റാൻലി പതുക്കെ കണ്ണു മാറ്റി. കാരണം സ്റ്റാൻലിക്ക് മനസ്സിലായി അവൾ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓമനത്തെ നോട്ടമാണ് ആ നോക്കുന്നതെന്നുള്ളത്. അങ്ങനെ അലീന പറഞ്ഞു, അതെ, ഇനി അതിൻ്റെ പുറത്ത് ഇനിയിപ്പോൾ ചായയൊക്കെ എങ്ങനെയാണ് കുടിക്കണേ? അതൊന്നും കുഴപ്പമില്ല, എൻ്റെ മോൾ ഒരു ചായയോ കോഫിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ മോൾ എടുക്കണ്ടെന്നേ ആ പൗലോസിനോട് പറഞ്ഞാൽ മതി. എൻ്റെ അപ്പച്ചനെ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അലീന കിച്ചണിലോട്ട് പോവേണ്. അപ്പം നമ്മുടെ ഔതക്കുട്ടിച്ചായൻ അതിൻ്റെ ഒപ്പം പോവേണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് പൗലോസ് പറഞ്ഞു, അയ്യോ കുഞ്ഞെ, ഞാൻ എടുത്തോളാം, സാബ് അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയാം. ഒന്നുമില്ല, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അലീന തന്നെ അപ്പച്ചന് നല്ല അടിപൊളിയായിട്ടൊരു ചായ ഇട്ട് കൊടുക്കുകയാണ്. ആ ചായ കപ്പിലൊഴിച്ച് അങ്ങ് ഔതക്കുട്ടിച്ചായൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഔതക്കുട്ടിച്ചായൻ ഒരു സിപ്പേ എടുത്തോളൂ, ഒരു കവിള് കുടിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, ഓ ഇതെന്താ ടേസ്റ്റ്, വർഷങ്ങളായി ഇങ്ങനെ ഒരു ചായ കുടിച്ചിട്ട്. എടാ പൗലോസേ, ഇതിൻ്റെ കൂട്ടൊന്ന് കണ്ട് പഠിക്കടാ. അപ്പോഴേക്കും പൗലോസിൻ്റെ ഒരു ഡിമ്മായിപ്പോയി. കാരണം ഇത്രയും നാൾ പൗലോസ് ഇട്ട് കൊടുത്ത ചായക്കൊന്നും അപ്പോൾ ഒരു വിലയും ഇല്ലേ എന്നൊരു മട്ടിൽ പൗലോസ് നിൽക്കുകയാണ്. എടാ, ഞാൻ ഇച്ചിരി മദ്യം കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ പുറത്ത് പറയണില്ല. എൻ്റെ ചിന്നമ്മയുടെ അതേ കൈപുണ്യം, ആ കൈപുണ്യം എൻ്റെ ഈ മോക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അലീന ചോദിച്ചു, ശരിക്കും ചായ ഇഷ്ടമായോ അപ്പച്ച? പിന്നെ ഇല്ലാണ്ടോടി മോളെ, നല്ല അടിപൊളി ചായ എന്നിങ്ങനെ നമ്മുടെ ഔതക്കുട്ടിച്ചായൻ പറയണം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം തന്നെ ഇപ്പം തന്നെ ഇറക്കി വിടും എന്ന മട്ടിൽ വന്ന ആൾ പെട്ടെന്ന് തന്നെ തൻ്റെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. അലീനയ്ക്കും പെട്ടെന്ന് ഒരു സന്തോഷമൊക്കെ ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഔതക്കുട്ടിച്ചായൻ നേരെ സ്റ്റാൻലിയുടെ അടുത്ത് പോകണം. അപ്പോൾ സ്റ്റാൻലി റൂമിലുണ്ട്, ഡ്രിങ്ക്സ് ചെറുതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിയുടെ അടുത്ത് ഔതക്കുട്ടിച്ചായൻ ചെന്നു. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അപ്പച്ച അലീനയെ കണ്ടില്ലേ, അവളെ പറഞ്ഞു വിടണോ? അപ്പോൾ ചോദിച്ചു, എന്തിന്, എങ്ങോട്ട്, നിനക്കെന്നാ പറ്റിയേ? അത് നമ്മുടെ എൻ്റെ ചിന്നമ്മയാടാ സ്റ്റാൻലി എന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ഔതക്കുട്ടിച്ചായൻ്റെ കണ്ണൊക്കെ നിറയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് മനസ്സിലായി, എനിക്കറിയാമായിരുന്നു അപ്പച്ചൻ കണ്ടു കഴിയുമ്പോൾ അപ്പച്ചൻ്റെ മനസ്സിലൊരു വല്ലാത്ത വിങ്ങലായിരിക്കുമെന്ന്. നമ്മുടെ അമ്മച്ചി എങ്ങനെയാണോ അത് തന്നെ അപ്പച്ച അവൾ, അവളെ ഞാൻ എങ്ങനെയാണ് അപ്പച്ച ഉപേക്ഷിക്കണത്? എൻ്റെ പൊന്നു മോളല്ലേ അപ്പച്ച, അവളെ ഉപേക്ഷിക്കാൻ അപ്പച്ചൻ എന്നോട് പറയില്ല, ഒരിക്കലും പറയില്ലടാ മോനെ, ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ലാലിച്ചൻ ചോദിച്ചു, അപ്പച്ചൻ ഉച്ചയൂണ് കഴിഞ്ഞ് പോയാൽ പോരെയെന്ന് ചോദിച്ചു. എന്തായാലും ഇവിടം വരെ വന്നേല്ലേടാ, ഇനിയിപ്പോൾ 1-2 ദിവസം കഴിഞ്ഞേ പോകണുള്ളൂ. അപ്പോൾ സ്റ്റാൻലി ഔതക്കുട്ടിച്ചായനെ നോക്കണ്. ഇതെന്താ? അപ്പോഴേക്കും സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി, അലീനെ അങ്ങോട്ട് നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്, അവളെ കൊച്ചുമകളായിട്ട് അങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാവേണം കേട്ടോ. അപ്പം നാളത്തെ വിശേഷത്തിൽ ഇതൊക്കെയാണ്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാര്യം വേറൊന്നുമല്ല, തൻ്റെ അപ്പച്ചനെ തന്നെ ഒരുപാട് ഇഷ്ടമായി
ആയല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് അലീന നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ടു നിന്ന് നമ്മുടെ ആൻ്റപ്പനും പൗലൂസും ബൈജും മാനത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇപ്പം തന്നെ അടിച്ച് പുറത്തോട്ട് ഇറക്കുമെന്നും വിചാരിച്ചിട്ട് കാത്തിരുന്നവരായിരുന്നു. ബൈജു പ്രത്യേകം വിളിച്ചു വരുത്തിയതാണ് അവതക്കുട്ടിച്ചായന്. പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? ഇത്രയും മാറിപ്പോയല്ലോ, ഇനിയിപ്പോൾ എന്നാ ചെയ്യണമെന്നുള്ള രീതിയിൽ താടിക്കും കൈ കൊടുത്ത് അവർ മൂന്നുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന അവസ്ഥയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ മഴ തോരും മുമ്പേ പരമ്പരയിൽ വരുന്നത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഇതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമ്മുടെ വൈജ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, കടുത്ത തീരുമാനങ്ങളൊക്കെ. അതായത് മറ്റൊന്നുമല്ല, മൊത്തത്തിൽ അലീന പഠിപ്പിച്ചു കൊടുത്ത ആ പാഠ്യ പദ്ധതിയൊക്കെ നെടുമ്പുരക്കൽ വീട്ടിൽ നിന്നും എടുത്ത് തൂത്തുവാരി പുറത്തോട്ടങ്ങ് എറിയാണ്. ഇനി വൈജയന്തിയുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ടുവരികയാണ്. അതായത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ പണികൾ മക്കളാണല്ലോ ചെയ്യണത്, അത് താൻ തന്നെ അങ്ങ് ചെയ്യാം എന്ന രീതിയിൽ വെക്കുകയാണ്. മക്കളെ കയ്യിലും എടുക്കാം. പിന്നെ പ്രധാനമായിട്ടും അലീനയുടെ ആ ഒരു പാഠ്യപദ്ധതി അവിടെ നിന്ന് മാറ്റുക, എൻ്റെ മക്കൾ അതിൽ നിന്നെല്ലാം മാറണം എന്ന രീതിയിലാണ് വൈജയന്തി ആ റൂൾസുമായിട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ കൃഷ്ണമോക്കും അതുപോലെ തന്നെ ബബിതയ്ക്കും ആകെ അടിയേറ്റതുപോലെ ആയിപ്പോയി. കാരണം തൻ്റെ അടുക്കള സാമ്രാജ്യം വൈജയന്തി ഏറ്റെടുക്കുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കല്ല കേട്ടോ. കാല് വയ്യെങ്കിലും ഞൊണ്ടി തന്നെ നമ്മുടെ വൈജ ആ പ്രസ്ഥാനമൊക്കെ ഏറ്റെടുത്ത് എല്ലാ പണികളും തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിലാണ്. പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഹൈപ്പും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ 1-2 കമൻസൊക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷമായിരുന്നു. എന്താണെങ്കിലും നല്ലതാണോ, അതോ റിപ്പീറ്റേഷൻ ഉണ്ടോ, അതോ പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ അവതക്കുട്ടിച്ചായ നമ്മുടെ ബബിതയെ നേരിട്ട് കാണുന്ന സീന് 3 ദിവസമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ഇന്നും പറഞ്ഞാലേ ആ പറഞ്ഞു വരുന്നതിനൊരു ഭംഗി വരത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. റിപ്പീറ്റേഷൻ ആണെന്നറിയാം. ഓൾറെഡി ഞാൻ ഇപ്പം തന്നെ സോറി ചോദിച്ചുകൊണ്ട് തന്നെ പറയാം, സോറി കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പം നല്ലൊരു ശുഭരാത്രി പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു.